നമ്മൾ കഴിഞ്ഞ സീറയിൽ പറഞ്ഞത് ആനക്കലഹ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിശദീകരണങ്ങളാണ്. ഈ സീറയിൽ നമുക്ക് പറയാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തെ സംബന്ധിച്ചാണ്. വിലാദത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് നമ്മൾ ആ വിഷയം പറയുമ്പോൾ അറിയേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം ഒരു ദിവ്യ ജനനമാണ് എന്ന് വരുത്തി തീർക്കാൻ സമൂഹത്തിൽ ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സംഭവം എന്താണെന്ന് നമ്മൾ വായിച്ചെടുക്കുമ്പോൾ അതൊരു സാധാരണ ഗർഭധാരണയും സാധാരണ പ്രസവവുമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ ദിവ്യഗർഭം എന്ന് പറയുന്നത് ഈസ അലൈഹിസ്സലാമിനെ മറിയം ഗർഭം ധരിച്ച സംഭവം മാത്രമാണ്. അതല്ലാത്ത മറ്റൊരു സംഭവത്തെയും ദിവ്യഗർഭമായിട്ട് പഠിപ്പിക്കുന്നില്ല ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ പേരിൽ പലതരത്തിലുള്ളതായ വിവാദങ്ങൾ നസാറാക്കൾ ഉണ്ടാക്കി, ജൂതന്മാരുണ്ടാക്കി. ജൂതവിഭാഗം ഈസാ അലൈഹിസ്സലാം മറിയം സാനിയത്താണെന്നും ഈസാ അലൈഹിസ്സലാം വ്യഭിചാരപുത്രനാണ് എന്നും എല്ലാം സമൂഹത്തിൽ പ്രചരിപ്പിച്ചു. അതിനെ മറികടക്കാൻ വേണ്ടിയാണ് നസ്വാറാക്കൾ അദ്ദേഹത്തെ ദൈവപുത്രനായിട്ട് വാഴിച്ചത്. അതേ ഒരവസ്ഥയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പലതരത്തിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തത്റൂനി കമ അത്റത്തിൻ നസാറ ഈസ ഇബ്ന മറിയം. മറിയമിൻ്റെ പുത്രൻ ഈസയെ ആളുകൾ നസാറാക്കൾ അമിതമായി പ്രശംസിച്ച് കൊണ്ടുപോയതുപോലെ, സ്ഥാനമല്ലാത്ത ഒരു സ്ഥാനത്തേക്ക് ഉയർത്തിയതുപോലെ നിങ്ങൾ എന്നെ പദവി കൂടുതൽ നൽകി ഉയർത്തേണ്ടതില്ല എന്ന ആ വാക്ക് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയേണ്ട ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു വെച്ചു. അബ്ദുള്ള 25-ാമത്തെ വയസ്സിലാണ് ആമിന ബിന്ത് വഹബ് ഇബ്നു അബ്ദു മനാഫ് അവരെ വിവാഹം കഴിക്കുന്നത്. ബനു സഹറ ഗോത്രത്തിൽപ്പെട്ട ആമിനയെ വിവാഹം കഴിക്കുന്നത്. ഇവിടെ ഒന്ന് രണ്ട് സംഭവങ്ങൾ നമ്മൾ ആമുഖമായിട്ട് അറിഞ്ഞിരിക്കണം. അതായത് അബ്ദുള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കഥ താരീഖുകളിലെല്ലാം വ്യാപിച്ചു കിടക്കുന്നുണ്ട്. അതും നീ പറഞ്ഞതുപോലെ ഒരു ദിവ്യഗർഭമാണ് എന്ന് വരുത്തി തീർക്കുന്നതിനുള്ളതായ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കഥ ഉള്ളത്. അതായത് അബ്ദുള്ള വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒരു സ്ത്രീ അദ്ദേഹത്തെ വ്യഭിചാരത്തിന് വേണ്ടി ക്ഷണിച്ചു പോരും. അപ്പോൾ അബ്ദുൽ മുത്തലിബിൻ്റെ സന്താനങ്ങളിൽ 10-ാമത്തെ മകനാണ് അബ്ദുള്ള. നല്ല മുഖതേജസ്സുള്ള, നല്ല ഭംഗിയുള്ള, ഗാംഭീര്യമുള്ള മുഖം ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ വ്യഭിചാരത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ അദ്ദേഹം വൈമനസ്യം കാണിച്ചു, താല്പര്യമില്ല എന്ന് പറഞ്ഞു പോലും. അങ്ങനെ ആമിനയെ വിവാഹം കഴിച്ച് ആമിനയുമായി ശാരീരിക ബന്ധത്തിലേർപ്പെട്ട് ആമിന ഗർഭിണി ആയതിനു ശേഷം അബ്ദുള്ള ഈ സ്ത്രീയെ അന്വേഷിച്ച് പോയി പോരും. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഇത്രേ, ഞാൻ മുമ്പ് നിന്നെ കാണുമ്പോൾ നിൻ്റെ മുഖത്തൊരു പ്രകാശം ഉണ്ടായിരുന്നു. ആ പ്രകാശം നീ നിൻ്റെ ഭാര്യയ്ക്ക് കൈമാറിക്കഴിഞ്ഞു, ഇനി എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കഥയുണ്ട്. ഇങ്ങനെ ഒരുപാട് കഥകൾ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റേ ഇത് സുൽബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുത്ഫ ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്, ഇദ്ദേഹത്തിന് ഈ ശോഭയുണ്ടായത് എന്നെല്ലാം കെട്ടുകഥ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശം അല്ലാഹു തആല ആദ്യം സൃഷ്ടിച്ചു. ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പല്ല റസൂലുള്ളാഹിയുടെ പ്രകാശമാണ് സൃഷ്ടിച്ചത്. ഇതൊക്കെ ഈ പറഞ്ഞതുപോലെ ഓറിയന്റലിസ്റ്റുകൾ ഉണ്ടാക്കിയ കുറേ കഥകളുടെ ഭാഗം മാത്രമാണ്. ആമിന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഗർഭം ധരിച്ചു എന്നുള്ളതും അതിനോടനുബന്ധിച്ചുണ്ടായ ചില വിഷയങ്ങളും താരിഖുകളിൽ കാണാം, സ്വഹീഹായി വന്നിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹിയുടെ ജനനത്തിന് മുമ്പോ നുബുവത്തിന് മുമ്പോ
ഒരു സംഭവത്തെ നമ്മുടെ മുമ്പിൽ കിട്ടുമ്പോൾ അത് ശരിയാണോ എന്ന് പരിശോധിക്കണമെങ്കിൽ റസൂലിൽ നിന്ന് അത് വന്നിരിക്കണം. റസൂലുള്ളാഹി പറഞ്ഞിരിക്കണം, എന്നെ ഗർഭം ധരിച്ചപ്പോൾ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കണം. അതല്ലാതെ കണ്ട് ആളുകൾ പറയുന്ന കുറേ സംഭവങ്ങളെ നമ്മുടെ ദീനിൻ്റെ പേരിൽ കൂട്ടിച്ചേർത്ത് പറയുന്നത് തെറ്റായ കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉന്നതമായ പദവിയുണ്ട്. ആ ഉന്നതമായ പദവിയെ പദവിയായി കാണുകയും വേണം ആ കൂട്ടത്തിൽ. അതല്ലാതെ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പദവിയും ഇല്ലാത്ത ആളാണ് എന്ന ഒരു ധാരണ തെറ്റുമാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും, പറയൂ ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനാണ്. ഞാൻ നിങ്ങളെപ്പോലത്തെ മനുഷ്യൻ എന്ന നിലയിൽ റസൂലിന് മനുഷ്യർക്കുണ്ടാകാവുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. ഒരു മനുഷ്യൻ എങ്ങനെ ജനിക്കുന്നോ അതുപോലെ ജനിച്ചു, ഒരു മനുഷ്യൻ എങ്ങനെ വളരുന്നോ അതുപോലെ വളർന്നു. പക്ഷേ എനിക്കുള്ള പ്രത്യേകത എന്താണെന്ന് ആ ആയത്തിൽ തന്നെ പറയുന്നുണ്ട്. യൂഹ ഇലയ്യ, എനിക്ക് വഹിയുണ്ട്, നിങ്ങൾക്കെന്തില്ല? വഹിയില്ല. അപ്പോൾ വഹി എന്നൊരു പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുണ്ട്. അപ്പോൾ വഹി എന്ന പ്രത്യേകത ഉണ്ടാകുമ്പോൾ ആ പ്രത്യേകതയ്ക്കനുസരിച്ച് കൊണ്ടുള്ളതായ ശാരീരികമായ പ്രത്യേകതകളും സ്വഭാവപരമായ പ്രത്യേകതകളും അതേപോലെ സംസ്കാരപരമായ പ്രത്യേകതകളും ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരഘടന സാധാരണ ഒരു മനുഷ്യൻ്റെ ശരീരഘടനയിൽ നിന്ന് വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശരീരത്തിൻ്റെ കരുത്തും കാര്യങ്ങളൊക്കെ ഒരു പരിധിയുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിന് മറ്റുള്ളവരെക്കാൾ കൂടുതൽ കരുത്തുണ്ടായിരുന്നു. നബവിയായ ഒരു ബോഡി, അതായത് നുബൂവത്ത് സ്വീകരിക്കാൻ പാകത്തിനുള്ള ഒരു ശരീരമായിരുന്നു പ്രവാചകൻ്റേത്. എന്താ നുബൂവത്ത് സ്വീകരിക്കാൻ പാകമായ ശരീരം എന്ന് പറയാൻ കാരണം? നുബൂവത്ത് ലഭിക്കുമ്പോൾ അതല്ലെങ്കിൽ വഹി ലഭിക്കുമ്പോൾ ശരീരത്തിന് ഭാരം കൂടും, വെയിറ്റ് കൂടും, അത് താങ്ങാനുള്ള കരുത്ത് വേണം. ഇപ്പോൾ താരീഖുകളിലെല്ലാം കാണാം, സഹീഹായ ഹദീസുകളിലെല്ലാം ഉണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ കാലിൻ്റെ മുകളിലായിരിക്കും ചിലപ്പോൾ റസൂലുള്ളാഹിയുടെ കാലുണ്ടാകുക. അങ്ങനെ കാല കയറ്റി വെച്ചിട്ട് ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വഹി ഇറങ്ങും. വഹി ഇറങ്ങുന്ന സമയത്ത് ആ വ്യക്തി പറയാണ്, എൻ്റെ തുടയെല്ല് പൊട്ടിപ്പോകുന്ന വേദന എനിക്കുണ്ടായിട്ടുണ്ട് എന്ന്. അത് വഹി ഇറങ്ങുമ്പോൾ ശരീരത്തിന് ഭാരം ഉണ്ടാകും. അതേപോലെ റസൂലുള്ളാഹിയുടെ ശരീരം വിയർക്കും. ആ വിയർക്കുന്നത് കാണുമ്പോൾ മനസ്സിലാക്കാം വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആം ഒരുമിച്ച് ഇറങ്ങിയ ആയത്താണ്, അധ്യായമാണ്, ഒറ്റയടിക്ക് ഇറങ്ങിയ അധ്യായം. അൻആമാണെന്നാണ് എൻ്റെ ഓർമ്മ. ഒറ്റയടിക്ക് ഇറങ്ങിയ ഒരു അധ്യായം, കുറച്ച് ദീർഘമായൊരു അധ്യായം. ആ അധ്യായം ഇറങ്ങുമ്പോൾ അവതരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാഹനത്തിൻ്റെ പുറത്തായിരുന്നു. ആ വാഹനം ഈ അധ്യായം ഇറങ്ങുന്ന സമയത്ത് മുട്ടുകുത്തിപ്പോയി, ഇരുന്നു പോയി. അപ്പോൾ അത്ര അധികം വെയിറ്റ് ഉള്ളതാണ് വഹി. ആ വഹീനെ സ്വീകരിക്കാൻ പാകത്തിന് പരുവപ്പെട്ട ബോഡിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബോഡി. അങ്ങനെ ഏകദേശം 40ഓളം പ്രത്യേകതകൾ പറയുന്ന ഗ്രന്ഥങ്ങൾ പോലും അഹ്ലുസുന്നയുടെ ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്നും നമ്മൾ നിഷേധിക്കാനും പാടില്ല. പക്ഷെ അതല്ലാത്ത കുറേ പ്രത്യേകതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സാധാരണ മനുഷ്യനുണ്ടാകുന്ന എല്ലാം ഉണ്ടാകും. ഒരിക്കൽ നിസ്കരിക്കുന്ന സമയത്ത് ഇമാം ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ഇശാ നിസ്കരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 റക്അത്ത് നമസ്കരിച്ചിട്ട് സലാം വീട്ടി. ആ സലാം വീട്ടുമ്പോൾ പുറകിൽ പ്രമുഖ സഹാബികളെല്ലാം ഉണ്ട്. അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹും അടക്കമുള്ള സഹാബികളുണ്ട്. അപ്പോൾ നിസ്കരിച്ച് സലാം വീട്ടി 2 റക്അത്ത് കഴിഞ്ഞ് സലാം വീട്ടി കഴിഞ്ഞപ്പോൾ ആളുകൾ കരുതിയത് എന്താണ്? ഒരു പക്ഷേ ഇന്ന് മുതൽ ഇശാ നിസ്കാരം 2 റക്അത്തായിരിക്കും, അങ്ങനെ ആയിരിക്കും. അതല്ലെങ്കിൽ റസൂലുള്ളാഹി നിസ്കാരത്തെ ചുരുക്കിയിട്ടുണ്ടാകാം, അങ്ങനെ ഉണ്ടാകാം. കാരണം നിസ്കാരങ്ങളുടെ എല്ലാം അസ്ല് 2 റക്അത്താണ്, മഗ്രിബ് മാത്രം 3 റക്അത്ത്, അങ്ങനെയാണ് അസ്ലുള്ളത്. എല്ലാ നിസ്കാരങ്ങളും ളുഹ്ർ, അസ്ർ, ഇശ, സുബഹി എല്ലാം 2 റക്അത്ത് വീതമാണ് അതിൻ്റെ അസ്ലുള്ളത്. യാത്രക്കാർ ആ അസ്ല് അനുസരിച്ച് അമൽ ചെയ്യണം. യാത്രക്കാരല്ലാത്ത ആളുകൾക്കാണ് കൂടുതൽ നിസ്കാരം 4 റക്അത്ത് വീതം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി നമസ്കാരത്തെ ചുരുക്കി എന്ന് ചില ആളുകൾ കരുതി.
അങ്ങനെ സലാം വീട്ടിട്ട് ആരും ഒന്നും മിണ്ടിയില്ല. ആ സമയത്ത് ദുൽയദൈനി എന്ന പേരിലൊരു സഹാബിയുണ്ട്. ദുൽയദൈനി എന്ന് പറഞ്ഞാൽ 2 കൈയുള്ള ആളെന്നർത്ഥം, പക്ഷെ അദ്ദേഹത്തെ അങ്ങനെയാണ് വിളിക്കുന്നത്, ദുൽയദൈനി. ദുൽയദൈനി എന്ന സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അനസീത സ്വലാത്ത അം ഖുസിർത, നിസ്കാരത്തിൽ മറവി സംഭവിച്ചുവോ അതല്ല നമസ്കാരം ചുരുക്കിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലം അൻസ വലം തുഖ്സർ. ആ സമയത്ത് സഹാബികൾക്ക് ആർക്കും ചോദിക്കാനുള്ളതായ ഒരു ധൈര്യം ഉണ്ടായില്ല. കാരണം സലാം വീട്ടി കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വലിയ ഗൗരവമുള്ള മുഖമായിരുന്നു. എന്തോ കാര്യപ്പെട്ട ഒരു വിഷയത്തിലാണ് പ്രവാചകന്റെ മനസ്സുള്ളത് എന്നുള്ളത് സഹാബികൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ആരും ഒന്നും ചോദിക്കാറുണ്ട്. പക്ഷെ ദുൽയദൈനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. ദുൽയദൈനി പോയി ചോദിച്ചു, നിസ്കാരം ചുരുക്കിയോ അതോ മറന്നുപോയോ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ചുരുക്കിയിട്ടില്ല, മറന്നിട്ടുമില്ല എന്ന് പറഞ്ഞു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അക്കമാ യഖൂലു ദുൽയദൈനി, സഹാബികളോട് ചോദിച്ചു, അക്കമാ യഖൂലു ദുൽയദൈനി, ദുൽയദൈനി പറഞ്ഞതുപോലെ നിസ്കാരത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേഗം പോയിട്ട് ബാക്കി 2 റക്അത്തും കൂടെ നമസ്കരിച്ചു. സഹാബികൾ തുടർന്നു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനും ഒരു മനുഷ്യനാണ്, എനിക്ക് നിങ്ങൾക്ക് സംഭവിക്കുന്ന പോലത്തെ മറവി എനിക്ക് സംഭവിക്കും. അങ്ങനെ മറവി സംഭവിച്ചാൽ നിങ്ങൾ നമസ്കാരത്തിൽ അത് ഉണർത്തിത്തരേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അപ്പോൾ നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ഒരുപാട് സാധാരണത്വമുണ്ട്, നമ്മളെപ്പോലെ തന്നെ എല്ലാം ഉള്ള ആളാണ്. വഹയിൻ്റെ പ്രത്യേകത റസൂലുള്ളാഹിക്കുണ്ട്. ആ പ്രത്യേകതയുടെ പരിമിതിയിൽ പ്രത്യേകതയെ ഒതുക്കുകയും വേണം. ഇപ്പോൾ സാധാരണ ഗർഭം ധരിക്കുന്നത് പോലെ ആമിന ഗർഭം ധരിച്ചു. അങ്ങനെ ഗർഭം ധരിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് അബ്ദുള്ള ഷാമിലേക്ക് കച്ചവട ആവശ്യത്തിന് വേണ്ടി പോകുന്നത്. ആ കച്ചവട സംഘത്തിൽ അബ്ദുള്ള ഉണ്ടായിരുന്നു. അബ്ദുള്ള യാത്രാമധ്യേ കച്ചവടം കഴിഞ്ഞ് വരുമ്പോൾ രോഗിയായി കഴിഞ്ഞപ്പോൾ മദീനയിലേക്ക് പോയി. മദീനയുടെ അടുത്ത പ്രദേശത്തോടെ വെച്ചാണ് രോഗിയാകുന്നത്. മദീനയിലേക്ക് പോകാൻ കാരണം എന്താ? മദീനയിൽ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, നമ്മുടെ ചരിത്രത്തിൽ പറഞ്ഞിരുന്നു, മദീനയിൽ ആരുണ്ട്? ബനു നജ്ജാർ ഗോത്രക്കാർ. അതായത് അബ്ദുള്ളയുടെ ഉപ്പ അബ്ദുൽ മുത്തലിബിൻ്റെ ഉമ്മ എവിടെ ഉള്ളതാണ്? മദീനക്കാരിയാണ്, ബനു നജ്ജാർ ഗോത്രക്കാരിയാണ്. അപ്പോൾ അങ്ങോട്ട് കുടുംബക്കാരുടെ അടുത്തേക്ക് പോയി. അവിടെ വെച്ച് അബ്ദുള്ള മരണപ്പെട്ട വിവരമൊന്നും അബ്ദുൽ മുത്തലിബ് അറിഞ്ഞിട്ടില്ല. അബ്ദുൽ മുത്തലിബ് രോഗിയായി അബ്ദുള്ള അവിടെ കിടക്കുന്നു എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ മൂത്ത മകൻ ഹാരിസയെ മദീനയിലേക്ക് പറഞ്ഞയച്ചു. പക്ഷേ അദ്ദേഹം അവിടെ ചെന്നപ്പോഴേക്കും മരിച്ചു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്താണ് ഇപ്പോൾ ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യനുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ദുർബലത ഉണ്ടാകും, നഷ്ടങ്ങളുണ്ടാകും. അപ്പോൾ റസൂലുള്ളാഹിയുടെ ജനനം തന്നെ അനാഥനായിക്കൊണ്ട് യതീമായിക്കൊണ്ടാണ് ജനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു യതീം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും വേദനകളും പ്രവാചകന് ബാധകമാണ്, പ്രവാചകന്റെ ജീവിതത്തിലുണ്ട്. അബ്ദുള്ള മരണപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അനന്തരമായി കിട്ടിയത്, ഉപ്പയിൽ നിന്ന് കിട്ടിയത് 5 ഒട്ടകവും കുറച്ച് ആടുകളും പിന്നെ ബറക്ക എന്ന പേരിലുള്ള ഒരു സ്ത്രീയുമാണ്, ഒരു അടിമ സ്ത്രീയുമാണ്. ഈ 3 കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അനന്തരം കിട്ടിയത്. ബറക്കയാണ് പിന്നീട് ഉമ്മു ഐമൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ത്രീ. ബറക്ക വലുതായി കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലുതായി കഴിഞ്ഞപ്പോൾ ബറക്കയെ മോചിപ്പിച്ചു, അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദത്തുപുത്രനായ സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ബറക്കയെ വിവാഹം കഴിപ്പിച്ചു. ആ ദാമ്പത്യത്തിലുണ്ടായ സന്താനമാണ് മഹാനായ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. നമ്മുടെ ചരിത്രത്തിൽ ഈ പറയപ്പെട്ട കഥാപാത്രങ്ങളെല്ലാം വരാനുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൻ്റെ മുമ്പുണ്ടായ സംഭവങ്ങളാണിത്. എന്നാൽ ജനനത്തോടു കൂടെ ഉണ്ടായ സംഭവങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ചരിത്രത്തിൽ ചില കെട്ടുകഥകൾ പ്രചരിക്കുന്നുണ്ട്. ഹാഫിദ് ദഹബി ആ വിഷയങ്ങളെ കൃത്യമായി ഗണ്ണിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒന്നാമത് പറഞ്ഞിട്ടുള്ളത് ഖിസ്സത്തു സൽസലത്തി ഖസ്റു കിസ്റ അശ്ശാം, കിസ്റയുടെ കൊട്ടാരം വിറച്ചു എന്നുള്ളതാണ്.
അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. കിസ്രയുടെ കൊട്ടാരം വരച്ചിട്ടൊന്നുമില്ല. വരച്ചിട്ടുണ്ടെങ്കിൽ കിസ്ര അന്വേഷിക്കൂലേ എൻ്റെ കൊട്ടാരം വരക്കാൻ കാരണം എന്താണ്? ആ അന്വേഷണം ഇവിടെ എത്തും, മക്കയിലേക്ക് എത്തും. അപ്പം അങ്ങനെ ഒരു അത്ഭുത ബാലനാണ് ജനിച്ചിരിക്കുന്നതെന്ന് വരും. ആ അത്ഭുത ബാലനാണ് ജനിച്ചത് എന്ന് വന്നെങ്കിൽ പിന്നെ അത് പ്രവാചകനാണ് എന്നറിഞ്ഞാൽ പിന്നെ അവർ നിഷേധിക്കൂല. മക്കക്കാരൻ്റെ പ്രവാചകനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കാൻ കാരണം അത് പ്രവാചകനല്ല എന്നവർ മനസ്സിലാക്കി എന്നുള്ളത് കൊണ്ടാണ്. ഒരു അത്ഭുതം കാണിച്ചുകൊണ്ട് ഒരു പ്രവാചകൻ ജനിച്ചിരുന്നുവെങ്കിൽ അത് അത്ഭുത ബാലനാണെന്ന് മനസ്സിലാക്കുകയും അവരെ പിൻപറ്റുകയും ചെയ്യും. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ കിസ്രയുടെ കൊട്ടാരത്തിന് 14 മിനാരങ്ങൾ ഉണ്ടായിരുന്നു. ആ 14 മിനാരങ്ങളും പൊളിഞ്ഞു വീണു. ഒക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും റബീഉൽ അവ്വലിൽ ചൊല്ലിക്കൊണ്ട് നടക്കുന്ന ആ മൗലൂദിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണത്. അതേപോലെ പേർഷ്യയിലെ അഗ്നി ആരാധകർ, പേർഷ്യക്കാർ, ഇറാനികൾ, അവരാരാണ്? അഗ്നി ആരാധകരാണ്. അന്നും ഷിർക്കിൻ്റെ ആൾക്കാരാണ്, ഇന്നും ഷിർക്കിൻ്റെ ആൾക്കാരാണ്. അതിൽ യാതൊരു മാറ്റമില്ല അവർക്ക്. അവരെന്ത് ചെയ്ത് അവർ ആരാധിച്ചു കൊണ്ടിരുന്ന ഒരു തീ ഉണ്ടായിരുന്നു, അത് കെട്ടുപോയി പോലും. ഒരിക്കലും കെടാത്ത തീയാണ് എന്ന് പറഞ്ഞിരുന്ന തീ. അങ്ങനത്തെ ഒരു തീ ഇപ്പോൾ ഇവിടെ ഉണ്ട്, മദ്രാസിലുണ്ട്. ചെന്നൈയിൽ അവിടുത്തെ ബീച്ചിലുണ്ട്, മറീന ബീച്ചാന്ന് തോന്നുന്നു, അതിലുണ്ട്. അങ്ങനത്തെ ഒരു തീ കത്തുന്നുണ്ട്. MGRൻ്റെ ശവകുടീരത്തിൻ്റെ അടുത്ത് ഒരു തീ കത്തുന്നുണ്ട്, കെടാത്ത തീ. എത്ര കാറ്റടിച്ചാലും കെടാത്ത തീ. അതൊക്കെ ഈ സമൂഹത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പ്രവാചകന്റെ ജനനം ദിവ്യജനനമാണ് എന്ന് വരുത്താനുള്ള ഒരു ശ്രമമാണ്. അതുപോലെ ഇറാഖിലെ സാവാ തടാകം, ബുഹൈറ എന്ന് പറഞ്ഞാൽ സാവാ തടാകം, അത് വറ്റിപ്പോയി എന്നുണ്ട്. ഇറാഖിലെ സാവാ തടാകം എന്ന് പറഞ്ഞാൽ തെക്കൻ പ്രവിശ്യയിലുള്ള മുതന്ന എന്ന് പറയുന്ന സ്ഥലത്ത് സമാവ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ഈ സമാവ എന്ന പ്രദേശത്താണ് സാവാ തടാകം ഉള്ളത്. ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുള്ള ഒരു സ്ഥലമാണത്, സമാവ എന്ന് പറയുന്ന പ്രദേശത്ത്. ഈ ഇതുള്ള ജൈവ വൈവിധ്യങ്ങൾ അടങ്ങിയ ഒരു തണ്ണീർ തടാകമാണ് അത്. അത് ഇന്ന് പൂർണ്ണമായും വറ്റിപ്പോയി. ഞാൻ പോകുന്നത് 20 കൊല്ലം മുമ്പാണ്. അന്ന് അതൊരു കുളത്തിൻ്റെ വലിപ്പം ഉണ്ടായിട്ടുള്ളത്. കിലോമീറ്റർ കണക്കിന് വിസ്തൃതിയുള്ള ഒരു വലിയൊരു തടാകമാണ്. അതൊരു കുളത്തിൻ്റെ വലിപ്പമായിട്ട് ചുരുങ്ങി. ഇന്നത് പൂർണ്ണമായിട്ടും വറ്റിപ്പോയി. അപ്പം ഒരു തടാകം വറ്റി എന്നുള്ളതൊരു അത്ഭുതമായി. അന്ന് വറ്റിയോ ഇല്ല എന്നുള്ളത് വേറെ കഥ, വറ്റിയിട്ടൊന്നുമില്ല എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ കുറേ കഥകൾ രേഖപ്പെടുത്തിക്കൊണ്ട് ചരിത്ര ഗ്രന്ഥങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 സംഭവങ്ങൾ അത് സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഏതൊക്കെയാണ് 2 സംഭവങ്ങൾ? ഒന്നാമത്തത് ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇമാം അഹ്മദ് അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നി ഇൻദല്ലാഹി മക്തൂബുൻ ബിഖാതമിൻ നബിയ്യീൻ, അള്ളാഹിൻ്റെ അരികിൽ ഞാൻ അന്ത്യപ്രവാചകനായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, തുടക്കത്തിലേ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വ ഇന്ന ആദമ അലൈഹിസ്സലാം ലമുൻജദിലുൻ ഫീ തീനത്തിഹി, ആദം നബി കളിമണ്ണിലായിരിക്കുന്ന സമയത്ത് തന്നെ എന്നെ അന്ത്യപ്രവാചകനായി അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. സഉഖ്ബിറുക്കും ബി അവ്വലി ദാലിക, ആ പ്രവാചകത്വത്തിലേക്ക് ഞാൻ എത്തുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തത് ദഅവത്തു അബി ഇബ്രാഹിം, എൻ്റെ പിതാവ് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണത്. രണ്ടാമത്തേത് വബിശാറത്തു അഖി ഈസ, എൻ്റെ സഹോദരൻ ഈസാ നബിയുടെ സന്തോഷ വാർത്തയുമാണ്. 2 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന് മുമ്പ് 2 പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു, റബ്ബന വബഅസ് ഫീഹിം റസൂലൻ മിൻകും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കിഹിം. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം അൽ ബഖറയുടെ 129-ാമത്തെ വചനത്തിൽ പറഞ്ഞതാ. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ രക്ഷിതാവേ, ഇവർക്ക്, ഈ മക്കയിലെ ആളുകൾക്ക് അവരിൽ നിന്ന് ഒരു റസൂലിനെ നീ അയച്ചു കൊടുക്കുകയും നിന്റെ ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന, അതേപോലെ നിന്റെ ദീനിനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കുന്ന, അവരെ സംസ്കരിക്കുന്ന ഒരു പ്രവാചകനെ നീ അയക്കണേ അല്ലാ എന്ന് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു. അതാണ് എൻ്റെ പിതാവ് ഇബ്രാഹിമിൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞത്. രണ്ടാമത്തേത് എൻ്റെ സഹോദരൻ്റെ സന്തോഷ വാർത്ത. ഈസാ നബി അലൈഹി സ്വലാം ഒരു സന്തോഷ വാർത്ത അറിയിച്ചു. വിശുദ്ധ ഖുർആൻ 61-ാം അധ്യായത്തിലെ സൂറത്തു സഫിൻ്റെ 6-ാമത്തെ വചനത്തിൽ ആ പ്രാർത്ഥന പറയുന്നുണ്ട്. വഇദ് ഖാല ഈസ ഇബ്നു മറിയം, ഈസ ഇബ്നു മറിയം പറഞ്ഞ സന്ദർഭം,
യാ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലുകാരെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത്, നിങ്ങളുടെ കയ്യിലുള്ള തൗറാത്തിനെ അംഗീകരിക്കുന്ന ഒരു റസൂലാണ് ഞാൻ. മൂസാ നബിക്ക് അല്ലാഹു തആല ഇറക്കിക്കൊടുത്ത തൗറാത്ത്, അതായത് ഇന്നത്തെ ജൂത വിഭാഗം അംഗീകരിക്കുന്ന തൗറാത്ത്, ആ തൗറാത്തിനെ അംഗീകരിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ വരവിൻ്റെ ലക്ഷ്യം എന്താണ്? വമുബശ്ശിറൻ ബിറസൂലിൻ, ഒരു റസൂല് വരുന്നുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. യഅ്തി മിൻ ബഅദി, എനിക്ക് ശേഷം അദ്ദേഹം വരും. ഇസ്മുഹു അഹ്മദ്, അദ്ദേഹത്തിൻ്റെ പേര് അഹ്മദ് എന്നാണ്. അങ്ങനത്തെ ഒരു പ്രവാചകൻ വരാനുണ്ട് എന്ന വിവരം അറിയിക്കാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നു. ഈ പറഞ്ഞ ആശയത്തെ ബൈബിളിൽ കൃത്യമായി, പുതിയ നിയമത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ വചനങ്ങൾ ചില വാക്ക് വ്യത്യാസത്തോടു കൂടെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജൂതന്മാർ അവരംഗീകരിക്കുന്ന തോറയിലും അതുപോലെ തന്നെ ബൈബിൾ നസാറാക്കൾ അംഗീകരിക്കുന്ന ബൈബിളിലും ഇഞ്ചീലിലും ഇത് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് റസൂലുള്ളാഹി വരുന്നുണ്ട് എന്നുള്ളത്. വേറൊരു കാര്യം കൂടെ നമ്മൾ ഈ കൂട്ടത്തിൽ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയായിട്ട് പറയേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ്. എന്താണ്? ഈ റസൂൽ എപ്പോൾ വന്നാലും അംഗീകരിക്കാൻ എല്ലാ പ്രവാചകന്മാരും ബാധ്യസ്ഥരാണ്. അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. എപ്പോൾ വന്നാലും അംഗീകരിക്കാൻ എല്ലാ പ്രവാചകന്മാരും ബാധ്യസ്ഥരാണ്. 3-ാം അധ്യായം ആലി ഇമ്രാനിൻ്റെ 81-ാമത്തെ വചനത്തിൽ അത് പറയുന്നുണ്ട്. വഇദ് അഖദല്ലാഹു മീസാഖൻ നബിയ്യീൻ, അല്ലാഹു തആല നബിമാരോടുള്ള കരാറ് വാങ്ങിയ സന്ദർഭം, എല്ലാ നബിമാരെയും അല്ലാഹു തആല വിളിച്ചു ചേർത്തുകൊണ്ട് അവരെ നിയോഗിക്കുന്നതിന് മുമ്പായി അവരുമായി ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ കരാറ്? ലമ ആതൈതുക്കും മിൻ കിതാബിൻ വഹിക്മത്തിൻ, നിങ്ങൾക്ക് വഹിയും വേദഗ്രന്ഥവും തന്നതിന് ശേഷം സുമ്മ ജാഅക്കും റസൂലുൻ, പിന്നെ ആ റസൂൽ വന്നു. മുസദ്ദിഖുൽ ലിമാ മഅക്കും, നിങ്ങളുടെ കയ്യിലുള്ള വേദത്തെ അംഗീകരിക്കുന്ന ആ റസൂൽ നിങ്ങൾക്ക് വന്നാൽ നിങ്ങളുടെ ഉത്തരവാദിത്തം എന്താണ്? ലതുഅ്മിനുന്ന ബിഹി, ആ റസൂലിൽ നിങ്ങൾ വിശ്വസിക്കണം. വലതൻസുറന്നഹു, ആ റസൂലിനെ നിങ്ങൾ സഹായിക്കുകയും ചെയ്യണം. അപ്പം ഏത് കാലഘട്ടത്തിൽ റസൂലുള്ള വന്നാലും അന്ത്യപ്രവാചകൻ എന്ന നിലയിൽ അവരുടെ വേദഗ്രന്ഥത്തെ അവരുടെ പ്രവർത്തനങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഈ റസൂലിൽ വിശ്വസിക്കുകയും ആ റസൂലിനെ സഹായിക്കുകയും ചെയ്യണം. പിന്നെ ഇവർക്ക് പണിയൊന്നുമില്ല, ആ റസൂലിനോടൊപ്പം ചേരലാണ് അവരുടെ പണി. അഖറർത്തും ഖാല, അല്ലാഹു തആല ചോദിച്ചു, അഖറർത്തും വഅഖദതും അലാ ദാലികും ഇശ്രി, ഈ കരാർ നിങ്ങൾ അംഗീകരിക്കുകയില്ലേ എന്ന് പ്രവാചകന്മാരോട് ചോദിച്ചു. അവർ പറഞ്ഞു അഖറർന, ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു. അത് റസൂലുള്ളാഹിയുടെ പ്രത്യേകതയാണത്. ഇത് 2 വിശദീകരണങ്ങൾ ഈ ആയത്തിനുണ്ട്. ഒന്ന്, നബിമാരുണ്ടായിരിക്കെ ഏതെങ്കിലും റസൂൽ വന്നാൽ അംഗീകരിക്കണമെന്നുള്ള ഒരു വിശദീകരണമുണ്ട്. പക്ഷേ ഇതിലെ യഥാർത്ഥമായ വിശദീകരണം ഏത് പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലും ആ പ്രവാചകൻ്റെ ജീവിത കാലഘട്ടത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നാൽ അംഗീകരിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ ഇത് രണ്ടും പ്രത്യേകതയായി പറഞ്ഞിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, 3-ാമത് പറഞ്ഞു, വറുഇയ ഉമ്മി അല്ലത്തി റഅത്ത് ഹീന വദഅത്നി, എന്നെ പ്രസവിച്ച സമയത്ത് എൻ്റെ ഉമ്മ ഒരു സ്വപ്നം കണ്ടു. റസൂലുള്ളാഹിയുടെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രത്യേകത ഹദീസിൽ വന്നിരിക്കുന്ന അതാണ്. എന്താ സ്വപ്നം? അന്നഹു ഖറജ മിൻഹാ നൂറുൻ, ആമിനയിൽ നിന്ന് ഒരു പ്രകാശം പ്രത്യക്ഷപ്പെട്ടു. അളഅത് ലഹാ മിൻഹു ഖുസൂറു ശാം, ഷാമിലെ കൊട്ടാരങ്ങളെല്ലാം ആ പ്രകാശത്തിൽ തെളിഞ്ഞു കണ്ടു. അങ്ങനത്തെ ഒരു സ്വപ്നം ആര് കണ്ട്? ആമിന കണ്ടു. അത്രേ ഉള്ളൂ. ഇവിടെ സാധാരണ നമ്മൾ പറയുമ്പോൾ അബ്ദുള്ള റളിയല്ലാഹു അൻഹു, ആമിന ബീവി റളിയല്ലാഹു അൻഹു എന്നൊക്കെ നമ്മുടെ ആളുകൾ ചെല്ലാറുണ്ട്. തർളിയത്ത് ചെല്ലുന്നതിന് വ്യവസ്ഥയുണ്ട്. തർളിയത്ത് എന്ന് പറഞ്ഞാൽ റളിയല്ലാഹു അൻഹു ചെല്ലുന്നതിന് വ്യവസ്ഥയുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ആരെങ്കിലും പേരിൽ ഇപ്പോൾ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. സുലൈമാൻ റളിയല്ലാഹു അൻഹു എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഒരാളുടെ പേരിൽ, ഇനിയിപ്പോൾ ഇവിടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു മഹാനായ വ്യക്തിയാണെങ്കിലും അയാളുടെ പേരിൽ തർളിയത്ത് ചെല്ലാൻ പറ്റില്ല. റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ അള്ളാഹു അയാളെ തൃപ്തിപ്പെട്ടു എന്നർത്ഥം. അള്ളാഹു തൃപ്തിപ്പെട്ടു എന്നറിയണമെങ്കിൽ ആര് പറയണം? അത് അള്ള പറയണം, അല്ലേ? അള്ള തൃപ്തിപ്പെട്ടു എന്ന് അള്ള പറയണ്ടേ? അള്ള തൃപ്തിപ്പെട്ടു എന്ന് അള്ള പറഞ്ഞത് ആരെപ്പറ്റി മാത്രമാണ്? വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും. മുൻഗാമികളായ മുഹാജിറുകളും അൻസാറുകളും
അവരെ പിൻപറ്റി വന്ന സഹാബികളും ഉൾപ്പെടുന്ന ആളുകളെ അല്ലാഹു തആല തൃപ്തിപ്പെട്ടിരിക്കുന്നു. അത് താബിഈകളെയും അതിൽ ഉൾപ്പെടുത്താമെന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് താബിഈകൾ കഴിഞ്ഞാലുള്ള കാലഘട്ടത്തിന് തർദിയത്ത് ചെല്ലാൻ പറ്റില്ല. ഇപ്പം ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ജീവിച്ച് മരിച്ചു പോയ ആളെയും റളിയല്ലാഹു അൻഹു, നിങ്ങൾക്ക് മറ്റേ ഇവിടെ പോയാൽ നമ്മുടെ ഓച്ചിറ പോയി കഴിഞ്ഞാൽ കുപ്പുസ്വാമിയുടെ ജാറത്തിൻ്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഓച്ചിറ വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണേ സമൂഹത്തിൻ്റെ ഗതികേട് എന്താണെന്നുള്ളത്. ഇത് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഷീഈസത്തിൻ്റെ ഭാഗമായി കൊണ്ട് കടന്നു വന്ന കുറേ പ്രശ്നങ്ങളാണ്. നമുക്കൊരാളുടെ മേലിൽ അയാൾ ആദരിക്കപ്പെടുന്ന വ്യക്തിയാണ് എങ്കിൽ അയാളുടെ മേൽ പറയാൻ പറ്റുന്ന ആദരവിൻ്റെ വാക്കെന്താണ്? റഹ്മത്തുള്ളാഹി അലൈഹി, അള്ളാഹിൻ്റെ കാരുണ്യം അദ്ദേഹത്തിന് മേൽ ഉണ്ടാകട്ടെ, പ്രാർത്ഥിക്കുക. റളിയല്ലാഹു അൻഹു എല്ലാവരുടെ മേൽ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പം അതും റസൂലുള്ളാഹിയുടെ സഹാബികൾക്കാണ് റളിയല്ലാഹു അൻഹു, താബിഈകൾക്കാണ് റളിയല്ലാഹു അൻഹു. അബ്ദുള്ളയും ആമിനയും അവരുടെ ഇത് പറയുന്നുണ്ട്, അവർ ഇസ്ലാമിലാണോ തൗഹീദുള്ളവരാണോ കുഫിയത്തിലുള്ളതാണോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുന്നുണ്ട്. തെളിവ് സാഹിത്യം നമുക്ക് പറയാം. പക്ഷെ അവരുടെ മേലിൽ റളിയല്ലാഹു അൻഹു ചെല്ലുന്നു പറയുമ്പോൾ അള്ളാഹ് അവരെ തൃപ്തിപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളെങ്ങനെ അറിയും? എത്രത്തോളം എന്ന് പറഞ്ഞാൽ വറഖത്ത് ഇബ്നു നൗഫലിൻ്റെ മേലിൽ തർദിയത്ത് ചെല്ലാമോ പാടില്ലയോ എന്നതിൽ ഉലമാക്കൾ വലിയ അഭിപ്രായ വ്യത്യാസത്തിലാണ്. ആരാ വറഖത്ത് ഇബ്നു നൗഫൽ? ഞാൻ 2-3 ക്ലാസ്സുകൾക്ക് മുമ്പ് പറഞ്ഞില്ലേ, ഖുറൈശികളുടെ പ്രത്യേകതകൾ 7 പ്രത്യേകതകളിൽ ഒന്നാമത്തെ പ്രത്യേകത 10 കൊല്ലം അള്ളാഹ്ക്ക് മാത്രം ഇബാദത്തെടുക്കുന്നതിൽ ഖുറൈശികൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. ആ ഖുറൈശികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് വറഖത്ത് ഇബ്നു നൗഫൽ. 5 പേര് അവസാനം അവശേഷിച്ചു, തൗഹീദുള്ള 5 ആളുകൾ. ആ 5 ആളുകൾ ഒരാളാണ് വറഖത്ത് ഇബ്നു നൗഫൽ. ആ വറഖത്ത് ഇബ്നു നൗഫൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിനെ അംഗീകരിച്ച ആളാണ്. പക്ഷേ റിസാലത്തിലെത്തിയപ്പോഴേക്കും വറഖത്ത് ഇബ്നു നൗഫൽ മരണപ്പെട്ടു പോയി. റസൂലുള്ളാഹിയിൽ വിശ്വസിക്കാൻ റസൂലായി വന്നപ്പോഴേക്കും വറഖത്ത് ഇബ്നു നൗഫൽ മരണപ്പെട്ടത് കൊണ്ട് തന്നെ നുബുവത്തിനെ അംഗീകരിച്ച ആൾ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ മേൽ റളിയല്ലാഹു അൻഹു ചെല്ലണമോ വേണ്ടയോ എന്ന വിഷയത്തിൽ തർക്കം കിടക്കുക. റസൂലായിരിക്കെ റസൂലിനെ കണ്ടിട്ടില്ല, നബി ആയിരിക്കാണ് കണ്ടിട്ടുള്ളത്. റസൂലും നബിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ആദ്യം നുബുവത്താണ് കിട്ടിയത്, പിന്നീടാണ് റിസാലത്ത് കിട്ടിയത്. അപ്പം റിസാലത്ത് കിട്ടിയതിന് ശേഷം നബിയിൽ വിശ്വസിച്ചിട്ടില്ല എന്നുള്ള കാരണം കൊണ്ട് വറഖത്ത് ഇബ്നു നൗഫലിൻ്റെ മേൽ തർദിയത്ത് ചെല്ലാൻ പാടില്ല എന്നാണ് ഉലമാക്കളുടെ മഹാഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഉള്ളാളം നിങ്ങൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്? എങ്ങനെ പറയും പോയപ്പോൾ റളിയല്ലാഹു അൻഹു പറയുന്നത്? അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നൊരു വാക്ക് ഇത്രയേ ഉള്ളൂ, അവർ ആദരിക്കപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ റഹ്മത്തുള്ളാഹി അലൈഹി അല്ലെങ്കിൽ റഹിമഹുല്ലാ, അള്ളാഹു അവരോട് കരുണ കാണിക്കട്ടെ, ഇത്രേ പറയാൻ പാടുള്ളൂ. അപ്പോൾ ആമിനയുടെയും അബ്ദുള്ളയുടെയും വിഷയങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. രണ്ടാമത്തെ കാര്യം അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഇബ്നു ഹിഷാം അദ്ദേഹത്തിൻ്റെ സീറയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഒരു സംഭവം, ഒരു അസറാണ്. വല്ലാഹി ഇന്നി ലഗുലാമുൻ യഫ്അഖ്തുൻ ഇബ്നു 7 ഔ 8, 7 or 8 വയസ്സുള്ളൊരു കുട്ടിയായിരുന്നു ഞാൻ. അഅ്കിലു കുല്ലമാ സമിഅതു, കേൾക്കുന്നതെല്ലാം മനസ്സിലാക്കാനുള്ളൊരു പ്രായമായിരുന്നു എനിക്ക്. ഈ സമയത്ത് യഹൂദിയൻ യസ്റഹു ബിഅഅലാ സൗതിഹി അലാ ഉത്അമി ബിയസ്രിബ്. യസ്രിബിൽ വെച്ച്, അതായത് മദീനയുടെ പഴയ പേരാണ് യസ്രിബ്, മദീനയിൽ ഒരു ജൂതൻ ഉറക്കെ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. യാ മഅശറ യഹൂദ്, യഹൂദികളെ, ഹത്താ ഇദാ ഇജ്തമഉ അലൈഹി, എല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോൾ അയാൾ പറഞ്ഞു വൈലക മാലക, എന്താണോ നീ ആൾക്കാരെ വിളിച്ചു ചേർത്തതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു തല അൽ ലൈലത നജ്മു അഹ്മദ് അല്ലദീ വുലിദ ബിഹി, അഹ്മദ് എന്ന ആ പ്രവാചകന്റെ പ്രകാശം, നക്ഷത്രം ഉദിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി ജനിച്ചു എന്ന വാർത്ത യഹൂദികൾക്ക് കിട്ടി. അങ്ങനെ അവർ പിന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ 2 സംഭവങ്ങളാണ് റസൂലിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ളത്. അതല്ലാതെ കുറേ കെട്ടുകഥകൾ നമ്മൾ വിശ്വസിക്കുന്നത് തികച്ചും അബദ്ധമാണ്. കാരണം ആ കെട്ടുകഥകളിൽ നിന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്ത് മാറിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം.